നമസ്കാരം. കേരളത്തിന്റെ മൂന്നാമത്തെ വന്ദേ ഭാരത് മെമു ട്രെയിനുകൾ ഇന്ന് രാവിലെ തുടങ്ങി സർവീസ് ആരംഭിച്ചു. ഡെയിലി സർവീസ് നാളെ മുതൽ. വന്ദേ ഭാരത് ട്രെയിനുകളെല്ലാം തന്നെ മെമു ട്രെയിനുകളാണ്. രാജ്യത്തിന്റെ അഭിമാനമായ വന്ദേ ഭാരത് ട്രെയിനുകളെ മെമു ട്രെയിനിന് സമാനമാണ് എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് പലരും തെറ്റിദ്ധരിച്ചേക്കാം. അല്ല, മെമു എന്ന് പറയുന്ന ഒരു ടെക്നോളജിയുടെ പേരാണ്. അതായത് മെയിൻ ലൈൻ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് എന്ന് പറയുന്നതിന്റെ ചുരുക്ക രൂപമാണ് MEMU, മെമു. എന്നാൽ എത്രയോ കാലം മുമ്പ് തന്നെ ബോംബെയിൽ ഓടുന്ന സബർബൻ ട്രെയിൻ, ചെന്നൈയിൽ ഓടുന്ന സബർബൻ ട്രെയിൻ, ഈ മെട്രോ ട്രെയിനുകളെല്ലാം തന്നെ അടിസ്ഥാനപരമായി MEMU, അതായത് മെമു എന്ന ടെക്നോളജി തന്നെയാണ് പിന്തുടരുന്നത്. പലർക്കും മെമു എന്താണെന്ന് അറിയില്ല, അതാണ് കാര്യം. നമ്മൾ കാറുകളെ പറ്റി പറയുമ്പോൾ ചില കാറ് നമ്മൾ 4x4 എന്ന് പറയുന്നത്. എന്താ അങ്ങനെ പറയുന്നത്? എല്ലാത്തിനും 4 വീല് തന്നെയല്ലേ, പിന്നെ എന്താ 4x4 എന്ന് പറയുന്നത്? പക്ഷേ സാധാരണ കാറുകളെല്ലാം അതിന്റെ എഞ്ചിൻ 2 വീലുകളെ കറക്കുന്നു, 2 വീലുകൾ വെറുതെ ഇരിക്കുന്നു. എന്നാൽ 4x4 എന്ന് പറയുമ്പോൾ എഞ്ചിൻ 4 വീലിനെ കറക്കുന്നു. ഇതല്ലേ വ്യത്യാസം? അതൊരു ടെക്നോളജിയാണ്. അതുപോലെ തന്നെയാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ. നമ്മൾ കണ്ടുപരിചയമുള്ള സാധാരണ എക്സ്പ്രസ് ട്രെയിനുകൾക്കെല്ലാം ഒരറ്റത്തെ എഞ്ചിനുണ്ട്, പിന്നാലെ 15, 20, 25 കോച്ചുകളെ വലിച്ചു കൊണ്ടുപോകുന്നു. എന്നാൽ വന്ദേ ഭാരത് ട്രെയിൻ അല്ലെങ്കിൽ മെമു എന്ന് പറയുന്ന ട്രെയിനുകൾ അങ്ങനെയല്ല. ഇടയ്ക്കിടയ്ക്കുള്ള കോച്ചുകളിലെല്ലാം തന്നെ ഇലക്ട്രിക് മോട്ടോറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മൾട്ടിപ്പിൾ യൂണിറ്റ്, കുറേ അധികം യൂണിറ്റുകൾ. ഇടയ്ക്കൊന്നൊരു കോച്ച് എടുത്ത് മാറ്റാനോ ഇടയ്ക്കൊരു കോച്ച് ചേർക്കാനോ ഒന്നും വന്ദേ ഭാരതിന് പറ്റില്ല. 4 കോച്ചുകൾ ചേർന്ന യൂണിറ്റുകൾ ചേർത്തിട്ടാണ് ആവശ്യങ്ങൾക്കനുസരിച്ച് 8-ന്റെയും 12-ന്റെയും 16-ന്റെയും 20-ന്റെയും കോച്ചുകളുള്ള ഒരു മുഴുനീള വന്ദേ ഭാരത് ട്രെയിൻ നിർമ്മിക്കുന്നത്. വ്യത്യസ്തമായ 4 കോച്ചുകൾ ചേർന്ന ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 2 കോച്ചുകൾക്ക് മോട്ടോർ യൂണിറ്റുകൾ ഉണ്ടാവും കീഴിൽ. ഒരു യൂണിറ്റിന് പാൻറ്റോഗ്രാഫ് ഉണ്ടാവും. മുകളിൽ നിന്ന് ഇലക്ട്രിസിറ്റി എടുക്കാൻ വേണ്ടി ഉയർന്നു നിൽക്കുന്ന പാൻറ്റോഗ്രാഫും കൂടി ഉണ്ടാവും. ഇതൊന്നുമില്ലാത്തത്. 16 കോച്ചുള്ള ഒരു വന്ദേ ഭാരത് ട്രെയിനിന് 8 കോച്ചുകളിൽ മോട്ടോർ യൂണിറ്റ് ഉണ്ട്. 20 കോച്ചുള്ള ട്രെയിൻ ആണെങ്കിൽ 10 കോച്ചുകളിൽ മോട്ടോർ യൂണിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നീളം കൂടുന്നതനുസരിച്ച് അതിന്റെ പവർ കുറയുന്നില്ല, പെട്ടെന്ന് സ്പീഡ് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം ട്രെയിനുകളുടെ പ്രത്യേകത. ഇതിനെ പൊതുവെ വിളിക്കുന്ന ബേസിക് ടെക്നോളജിയാണ് മെമു.